ഹലോ ഗായ്സ്, ഇനി നമ്മൾ അടുത്ത ഒരു ഡാൻസ് ട്യൂട്ടോറിയൽ നോക്കാൻ പോവാണ്. ഡാൻസ് കളിക്കാൻ നമുക്ക് ഭാഷ അറിയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ജസ്റ്റ് ആ പാട്ടിന്റെ താളം മനസ്സിലാക്കിയാൽ നമുക്ക് ഡാൻസ് കളിക്കാം അല്ലെ. ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് ആ താളം മനസ്സിലാക്കാൻ പറ്റി സുഖമായി ഡാൻസ് കളിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഡാൻസ് ആണ് ഇനി വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിന്റെ ലിറിക്സ് ഫുള്ളായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ ഡാൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി കണ്ടിട്ട് ഒന്ന് വരും. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് പഠിക്കാൻ നോക്കാം. ഈസി 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 സ്റ്റെപ്സ് ആണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റോട് ഡാൻസ് പഠിച്ചിട്ട് റീൽസ് ഇടാൻ പറ്റുന്ന സോങ്സ് ഒക്കെയാണ് ഇത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വരും, നമുക്ക് സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയല്ലേ. ഫസ്റ്റ് എങ്ങനെയാണ്, ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുക. ഈ കൈ ജസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ സ്കേറ്റിൽ പിടിക്കാം, അങ്ങനെ നിൽക്കാം. എന്നിട്ട് എന്താ 1 2 3 4. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് 1 2 3 4. എല്ലാം 4 ടൈംസ് ആണ് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കൈ ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ കാല് നേരെ മനസ്സിലാവട്ടെ വെച്ചിട്ടാണ് ജീൻസ് ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതേ കാലിന് കൈ മാത്രം വ്യത്യാസം. 1 2 3 4. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് 1 2 3 4. ഓക്കെ, ദെൻ 1 2 3 4. ഫസ്റ്റ് സ്റ്റെപ്പ് 1 2 3 4. പിന്നെ 1 2 3 4. ഓക്കെ, ഇവിടെ ഒന്ന് 1 2 3 4. ഇവിടെ നിന്ന് തുടങ്ങാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, 1 2 3 4. അത്രേ ഉള്ളൂ, ഈസി. 1 2 3 4. ഓക്കെ, 4 സ്റ്റെപ്സ്. കാല് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചു. 1 2 ചവിട്ടി, ദെൻ ഇങ്ങോട്ട് തിരിഞ്ഞു. 1 2 കൈ ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. 3 സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്, 1 2 3 4. ഒക്കെ 4 സ്റ്റെപ്സ് നമ്മൾ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ നിന്ന് ഇവിടെ നമ്മൾ 1 ബാക്കത്തെ കാലാണ് ഫസ്റ്റ് എടുത്തത്. 1 2 3 4. ഓക്കെ, ജസ്റ്റ് ഹിപ്പ് ഒന്ന് ഇങ്ങനെ ഇളക്കുക. കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. ഓക്കെ, ദെൻ 1 2 3 4. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്, കൈ ജസ്റ്റ് ഇങ്ങനെ വെച്ചു. 1 2 3 4. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തൊട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു, 1 2 3 4. Then 1 2 3 4. 1 2 3 4. 1 2 3 4. Then 1 2 3 4. ഇതുവരെ മനസ്സിലായില്ലേ? ദെൻ അടുത്ത സ്റ്റെപ്പും ഇതേപോലെ ഈസി ആണ്. എന്താണ്, 1 2 3 4. ഓക്കെ, ഇങ്ങനെ കാല് ജസ്റ്റ് തുടങ്ങുന്നു. ഓക്കെ, ദെൻ എന്താ, ഈ കാല് ഈ വലത് കാലിനെടുത്ത് ഇങ്ങനെ വെച്ചു. ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചു. 1 2 3 4. ജസ്റ്റ് ഹിപ്പളൊക്കെ കൈ തന്നെ. 1 2 3 4. ഓക്കെ, മനസ്സിലായിണ്ടാവും വിചാരിക്കണം. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് കൈ ഇങ്ങനെ കൊണ്ടുവന്നു. 1, അതിന് ബീറ്റിനനുസരിച്ചിട്ടാ ഒരു ടക്ക് എന്നിട്ട് വരുമ്പോ അവിടെ 1. ദെൻ 2, ഇത് ഇത്തിരി സ്ലോ ആണ്. ദെൻ 3, ഇത് സ്പീഡാണ്. ഇതില് 1 സ്ലോവ്, പിന്നെ ദെൻ ഇതും സ്ലോവ്. പക്ഷെ ഇത് പെട്ടെന്ന് വന്ന് ദെൻ. ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ ആക്കി ദെൻ ഇങ്ങനെ നിന്നു. ഓക്കെ, ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമായിരുന്നു. ദെൻ തിരിഞ്ഞതും പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങും. എങ്ങനെയാണ്, 1 2 3 4 5 6 7 8. ഞാൻ അടുത്ത സ്റ്റെപ്പ് അത് ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങോട്ട് 1 2 2 പ്രാവശ്യം. ദെൻ ഇങ്ങോട്ട് 1 2. ഓക്കെ, ഇങ്ങോട്ടും 2 ടൈംസ്, ഇങ്ങോട്ടും 2 ടൈംസ്. അങ്ങനെ എന്താ പറയാ, 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. 4 പ്രാവശ്യം 1 1 2 1 2 1 2 1 2. അങ്ങനെ 2 സെറ്റ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയി. ഓക്കെ, മനസ്സിലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു വന്നു. 2 3 4 5 6 7 8. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ് അല്ലെ. ഇതിന് അടുത്ത് കുറച്ചൊരു മ്യൂസിക് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം. ജസ്റ്റ് ഇതാ ഇങ്ങനത്തെ സ്റ്റെപ്സ് ഇടുക.
മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇങ്ങനൊരു സ്റ്റെപ്പ് ഇടാ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ഇടാ. ഈസി അല്ലേ? ഇതിപ്പോ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ നമ്മുടെ റീൽസ് ഒക്കെ വാച്ച് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം.